അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 9 ബാധ അയച്ചിട്ടും ഹൃദയം കഠിനമാക്കി തൻ്റെ ജനത്തെ വിട്ടയക്കാതിരുന്ന ഫറവോന് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിനായി 10-ാം ബാധയായ കടിഞ്ഞൂൽ സംഹാരം നടത്തുമെന്ന് യഹോവ മോശ മുഖാന്തരം ഫറവോനോട് കൽപ്പിച്ചു. ഫറവോൻ്റെ ഹൃദയം കഠിനമായി തന്നെ ഇരുന്നു. എന്നാൽ മിസ്രയീം ദേശത്തെങ്ങും യഹോവ കടിഞ്ഞൂൽ സംഹാരം നടത്തുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾക്കത് നാശഹേതുവായി ഭവിക്കാതിരിപ്പാൻ ദൈവം മോശയോട് പെസഹ ആചരിക്കണമെന്ന് കൽപ്പിച്ചിരുന്നു. പെസഹ ആചരിക്കുന്നതിന് ചില വ്യവസ്ഥകൾ വെച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ അറുക്കണം. അതിന് രക്തം കുറേ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമുടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. തലയും കാലും അന്തർഭാഗമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരക്കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയുമില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ചെയ്തു. ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാൽ 2-ന്മേലും കുറുമുടിമേലും തേച്ചു. അർദ്ധരാത്രിക്കോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദിജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമിലും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയ ഒരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടുമുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്നും പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ട് പൊയ്ക്കൊള്ളുവിൻ. എന്നെയും അനുഗ്രഹിപ്പിൻ എന്ന് പറഞ്ഞു. മിസ്രയീമ്യർ ജനത്തെ നിർബന്ധിച്ചു. വേഗത്തിൽ ദേശത്തു നിന്നും അയച്ചു. ഞങ്ങളെല്ലാവരും മരിച്ചു പോകുന്നുവെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പ് തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിലെടുത്ത് കൊണ്ടുപോയി. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയടിച്ചു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മിസ്രയീമ്യരുടെ ആദ്യജാതന്മാർ മരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാർ എല്ലാം സംരക്ഷിക്കപ്പെട്ടു. കാരണം ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ രക്തം അവർ യഹോവയുടെ കൽപ്പന പ്രകാരം കട്ടളക്കാലുകളിന്മേലും കുറുമ്പടിമേലും പുരട്ടിയിരുന്നു. ആട്ടിൻകുട്ടിയുടെ രക്തം വ്യവസ്ഥ പ്രകാരം പുരട്ടിയിരുന്ന വീടുകളിൽ രക്തത്തിൻ്റെ അടയാളം ഉള്ളതിനാൽ ആ വീടുകളെ സംഹാരകൻ വിട്ട് കടന്നുപോയി. രക്തമടയാളമുള്ളതിനെ തുടരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. ഇസ്രായേൽ മക്കളുടെ മിസ്രയീമ അടിമത്തത്തിൽ നിന്നും കർത്താവ് ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ ജനത്തെ രക്ഷിച്ചു. മരുഭൂയാത്രയിൽ പല പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോയ ഇസ്രായേൽ മക്കൾ യെരിഹോ കോട്ട പിടിക്കുന്നതിന് മുമ്പായി 2 ഒറ്റുകാരെ യെരിഹോവിലേക്ക് അയച്ചിരുന്നു.
അവിടെ ചെന്ന് ഒറ്റുനോക്കുവാൻ പോയവർ ആ രാജ്യത്തിൻ്റെ പിടിയിലാകുമെന്ന ഘട്ടം വന്നപ്പോൾ പട്ടണ മതിലിന് മുകളിൽ താമസിച്ചിരുന്ന രാഹാബ് എന്ന സഹോദരി ഒറ്റുകാരെ സംരക്ഷിച്ചു. യെരിഹോ കോട്ട ഇസ്രായേൽ മക്കൾ നശിപ്പിക്കുമ്പോൾ ഈ സ്ത്രീയെ രക്ഷിക്കാമെന്ന വ്യവസ്ഥയിലായിരുന്നു ഇവരെ ആ സ്ത്രീ രക്ഷിച്ചത്. കോട്ട നശിപ്പിക്കുമ്പോൾ ഇവളെയും ഇവരുടെ കുടുംബക്കാരെയും നശിപ്പിക്കാതെ രക്ഷിക്കാമെന്ന് ഒറ്റുകാർ വാക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഒറ്റുകാർ കൊടുത്ത ചുവപ്പ് ചരട് അവൾ കിളിവാതിലിൽ കെട്ടണമായിരുന്നു. ഇസ്രായേൽ ജനം യെരിഹോ കോട്ട തകർത്ത് പട്ടണം പിടിച്ചപ്പോൾ രാഹാബ് തൻ്റെ കിളിവാതിലിൽ ചുവപ്പ് ചരട് കെട്ടിയിരുന്നതിനാൽ യഹോവയുടെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ട് യെരിഹോ നിവാസികളോടുകൂടെ നശിക്കാതിരുന്നു. അവൾ മാത്രമല്ല, അവളുടെ ഭവനത്തിൽ അഭയം പ്രാപിച്ച എല്ലാവരെയും യഹോവ രക്ഷിച്ചു. രാഹാബിനും കുടുംബത്തിനും ന്യായവിധിയിൽ നിന്നും രക്ഷയായത് ഒറ്റുകാരുടെ വാക്കുകേട്ട് രാഹാബ് കിളിവാതിലിൽ കെട്ടിയ ചുവപ്പ് ചരടായിരുന്നു. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗമായ ഇസ്രായേൽ മക്കൾ സംഹാരകരിൽ നിന്നും രക്ഷപ്പെട്ട് മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്നും മോചിതരായത് ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ രക്തം അടയാളമായി വീടിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടിയതിനാൽ ആണെങ്കിൽ രാഹാബ് എന്ന സഹോദരി ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടത് ഒറ്റുകാരെ രക്ഷിച്ച് കിളിവാതിലിൽ ചുവപ്പ് ചരട് കെട്ടിയതിനാലാണ്. ആട്ടിൻകുട്ടിയുടെ രക്തത്തിൻ്റെ അടയാളവും ചുവപ്പ് ചരടും ഒരു വലിയ കൂട്ടം ജനത്തെ രക്ഷിച്ചത് ചെയ്യുവാൻ കർത്താവും ഒറ്റുകാരും പറഞ്ഞ കാര്യം അതുപോലെ തന്നെ അനുസരിച്ചതിനാലാണ്. ആകയാൽ അനുസരണത്തിൻ്റെ ദൈവം വലിയ മാന്യത കൽപ്പിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കി നമ്മുടെ കർത്താവിനെ അനുസരിക്കുന്നതിൽ നമുക്ക് ഉത്സാഹം കാണിക്കാം. പുതിയ നിയമസഭയായി നമുക്ക് സാത്താൻ്റെ അധികാരത്തിൽ നിന്നും സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുതൽ ലഭിച്ചത് യേശു ക്രിസ്തുവിൻ്റെ നിർമ്മലമായ രക്തത്താലാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത അത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു എന്നതാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാനായി അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിന് ഒരു ശക്തിയുമില്ലായിരുന്നു. സംഹാരകനെ ദൈവ ജനത്തിൻ്റെ ഭവനം കണ്ട് ഒഴിഞ്ഞു പോകുവാനും തൻ്റെ ജനം തന്നെ അനുസരിക്കുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനുമായിരുന്നു പെസഹ ആചരിക്കുവാനും രക്തം പുരട്ടുവാനും യഹോവ കൽപ്പിച്ചത്. എന്നാൽ യേശുവിൻ്റെ രക്തം അപ്രകാരമല്ല. ആ രക്തത്തിന് ശക്തിയുണ്ട്. ആ രക്തം വിശുദ്ധമാണ്. അനേകം പാപികളുടെ പാപത്തിന് മറുവിലയായി ചൊരിഞ്ഞ രക്തമാണത്. നാം ചെയ്യുന്ന പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും ഇനി പാപം ചെയ്യുകയില്ല എന്ന് ദൈവത്തിന് വാക്ക് കൊടുക്കുമെങ്കിൽ നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും യേശുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറ്റുകയും നമ്മുടെ പാപം കഴുകിക്കളയുകയും നമ്മുടെ ഹൃദയത്തിൽ ദൈവം പാപക്ഷമ തന്നതിൻ്റെ ആശ്വാസം അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനെ അസത്യവാദിയാക്കുന്നുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ സ്വഭാവം പഠിച്ച് അവൻ്റെ സ്വഭാവം അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് അനേകർ യേശുവിൻ്റെ മക്കളാണെന്ന് പറയുകയും അവൻ്റെ സ്വഭാവം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ അത് വലിയ പാപമാണെന്ന് നാം മനസ്സിലാക്കണം. ഒരുവൻ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അവരുടെ പാപം ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് യേശു തൻ്റെ രക്തം അടയാളമായി വയ്ക്കുന്നു. യേശുവിനെ അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ലഭിക്കുന്നു. നാം പാപം ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും നമ്മിൽ നിന്നും മാഞ്ഞു പോകുന്നു. അഥവാ പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ നടത്തുവാൻ കഴിയാത്ത വിധം സാത്താൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. ഏത് വ്യക്തിയുടെ ഹൃദയത്തിലാണോ പരിശുദ്ധാത്മാവും മാനസാന്തരവും ഉണ്ടാകുന്നത്, ആ വ്യക്തിയുടെ പാപം യേശുവിൻ്റെ രക്തത്താൽ പിതാവ് ക്ഷമിക്കുകയും ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയും ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ മുദ്രയുള്ള ഒരു വ്യക്തിയെ തൊടുവാൻ സാത്താന് കഴിയുകയില്ല. യേശുവിൻ്റെ രക്തം അടയാളമുള്ളവനെ സാത്താൻ കാണുകയില്ല. എപ്പോഴാണോ നാം വീണ്ടും പാപം ചെയ്യുന്നത്, ആ സമയം തന്നെ രക്തം അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും നീങ്ങിപ്പോകുന്നു. സാത്താൻ ആ വ്യക്തിയിൽ കടന്നുകൂടുകയും ആ വ്യക്തി മുഴുപാപിയായി തീരുകയും ചെയ്യുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, യാതൊരുവിധ പാപവും നമ്മിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നമുക്ക് ജീവിക്കാം.
സാത്താനിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടതും അത്യാവശ്യമാണ്. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ച് ഈ ഭൂമിയിൽ ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.